വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, SSLC ഹിന്ദി 10ാമത്തെ ചാപ്റ്ററായ പൈതൽ ചൽത്താ ഹുവ ആദ്മി എന്ന ഈ കവിതയിലെ ഒരു പ്രധാന ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ കവിതയുടെ ആശയമാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മക്കളെ, നമുക്ക് ഈ വർഷം തന്ന വെയിറ്റേജ് അനുസരിച്ച് ഈ കവിതയുടെ ആശയം വരാനാണ് കൂടുതലും ചാൻസ് ഉള്ളത്. നോക്കാം. ആശയം എഴുതുമ്പോൾ നമുക്കറിയാം 3 പാരഗ്രാഫ് ആയിട്ടാണ് എഴുതേണ്ടത്. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ്, इंट्रोडक्शन पैराग्राफ നോക്കാം. यह हिंदी के प्रमुख कवि, कहानीकार एवं लेखक श्री स्वप्निल श्रीवात्सव जी का एक छोटी कविता है. അപ്പോൾ ഈ കവിത ആരുടെ കവിതയാണ് എന്നാണ് പറഞ്ഞത്. ഹിന്ദിയിലെ പ്രമുഖ കവിയും കഹാനിക്കാരനും അതുപോലെ ലേഖകനുമായ ശ്രീ സ്വപ്നിൽ ശ്രീവാത്സവിന്റെ ഒരു ചെറിയ കവിതയാണ്. इस कविता में कवि ने एक साधारण व्यक्ति की महत्ता और शक्ति को बहुत सुंदर ढंग से बताया है. इस कविता में कवि ഈ കവിതയിൽ നമ്മുടെ ഈ കവി സ്വപ്നിൽ ശ്രീവാത്സവ് എന്ന കവി एक साधारण व्यक्ति की ഒരു സാധാരണ വ്യക്തിയുടെ മഹത്ത ഇമ്പോർട്ടൻസ് ഔർ ശക്തി അദ്ദേഹത്തിന്റെ ശക്തിയെയും बहुत सुंदर ढंग से बताया है വളരെ സുന്ദരമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. नेक्स्ट सेकंड पैराग्राफ. चमकदार सड़क पर तेजी से चलने वाली कारों के बीच पैदल चलने वाला आदमी छोटा और कमजोर दिखाई देता है. ചമക്ക്ദാർ സടക്ക് പർ തിളങ്ങുന്ന റോട്ടിൽ തേസീസെ ചൽനെ വാലി വേഗത്തിൽ സഞ്ചരിക്കുന്ന കാറോം കെ ബീച്ച് കാറുകൾക്കിടയിൽ പൈതൽ ചൽനെ വാല ആദ്മി കാൽനടയാത്രക്കാരായ ആളുകളെ ചോട്ടാ ഔർ കംസോർ ദിക്കായി ദേത്താ ഹെ. അവർ വളരെ ചെറുതും അതുപോലെ കംസോർ വീക്ക് ആയിട്ടും അവരെ വളരെ ദുർബലരുമായിട്ട് കാണുന്നു. അപ്പോൾ കാറിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നടന്നു പോകുന്ന ആളുകൾ വളരെ നിസ്സാരക്കാരാണ്, വളരെ ബലഹീനരാണ്. കാറോമേ ബൈറ്റെ പെടേ ലോഗ് ഉസെ തുച്ഛ സമച്ചത്തെ ഹെ. കാറിലിരിക്കുന്ന വലിയ ആളുകൾ അവരെ തുച്ഛമായിട്ട് നിസ്സാരമായിട്ടാണ് കാണുന്നത്. ജൈസെ വഹ് കിസി ഓർ ദുനിയാക്ക ഇൻസാൻ ഹോ. എന്തെന്നാൽ അവർ ഏതോ ലോകത്തിലെ കിസി ഔർ ദുനിയാക്ക ഇൻസാൻ ഹോ, വേറെ ഏതോ ലോകത്തിലെ ആളുകളാണ്. ലേക്കിൻ കവി ബത്താത്താ ഹെ कि असली ताकत उसी साधारण आदमी के पास है. ലേക്കിൻ എന്നാൽ കവി ബത്താത്താ ഹെ, കവി നമ്മോട് പറയുന്നു കി എന്തെന്നാൽ അസലി താക്കത്ത് യഥാർത്ഥ ശക്തി ഉസി സാധാരണ ആദ്മി കെ പാസ്, ആ സാധാരണ ആളുകളുടെ അടുത്താണുള്ളത്. കവി കഹത്താ ഹെ, കവി പറയുന്നു कि अगर वही आदमी खेतों में अनाज उगना बंद कर दे तो अमीर लोग भी भूख रह जाएंगे. കവി കഹത്താ ഹെ, കവി നമ്മോട് പറയുന്നു അഗർ ഒരു പക്ഷേ വഹി ആദ്മി ആ ആളുകൾ, ആ മനുഷ്യർ, പാവപ്പെട്ടവരായ ആ ജനങ്ങൾ ഗേത്തോമേം വയലുകളിലെ അനാജ് ഉഗ്ന ബന്ദ് കർ ദേത്തോ ധാന്യം വിളക്കാൻ ഇടാൻ കൃഷി വിളവെടുക്കാൻ അവർ ബന്ദ് കരേത്തോ ചെയ്യാതിരുന്നാൽ, നിർത്തുകയാണെങ്കിൽ, അവർ കൃഷി ചെയ്യുന്നത് നിർത്തുകയാണെങ്കിൽ അമീർ ലോഗ് ബി ഭൂക്ക് രഹി ജായേങ്ക, പണക്കാരായ ആളുകൾ, ഈ അമീർ ലോഗ് എന്ന് പറയുന്ന ഈ പണക്കാരായ ആളുകൾ ഭൂക്ക് രഹി ജായേങ്ക, വിശപ്പിലാവും, പട്ടിണിയിലാവും. മക്കാൻ ബനിന ചോട് ദേത്തോ, എന്നാൽ അവർ വീട് നിർമ്മിക്കുന്നത് നിർത്തിയാൽ കാർ വാലെ ലോഗോം കെ പാസ് രഹിനേക്ക ജഗഹ് നഹി ബച്ചേങ്ക, ഈ കാറിലിരിക്കുന്ന ആളുകളെ, ഈ വലിയവരെന്ന് പറയുന്ന ഈ കാറിലിരിക്കുന്ന ആളുകൾക്ക് ജഗഹ് പാസ് രഹിനേക്ക് ജഗഹ് നഹി ബച്ചേങ്ക, അവർക്ക് താമസിക്കാൻ സ്ഥലം ലഭിക്കില്ല. കവിത യഹ് സന്ദേശ് ദേത്തി ഹെ, കവിത ഈ സന്ദേശമാണ് നമുക്ക് തരുന്നത് കി സമാജ് കെ ബെഡെ ഔർ അമീർ ലോഗ്, സമൂഹത്തിൽ വലിയവരെന്ന് പറയുന്ന ഈ അമീർ ലോഗ് പണക്കാരായ ആളുകൾ ജിസ് വ്യക്തി കോ ചോട്ടാ സമച്ചത്തെ ഹെ, ഏത് വ്യക്തികളെയാണ് ചെറുതായിട്ട് കാണുന്നത്, ഏത് വ്യക്തികളെയാണ് അവർ ചെറുതാണെന്ന് മനസ്സിലാക്കുന്നത്. വഹി വാസ്തവമേ ദുനിയാക്കോ ചലായ രക്താ ഹെ, അവരാണ് വാസ്തവത്തിൽ ഈ ലോകത്തെ ചലായ രക്താ ഹെ, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പൈതൽ ചൽത്ത ആദ്മി മെഹനത്തി ഈമാൻദാർ ഔർ ശക്തിശാലി ഹെ, കാൽനടയാത്രക്കാരായ ഈ ആളുകൾ മെഹ്നത്തി പരിശ്രമശാലി, അവർ അധ്വാനിയാണ്, ഈമാൻദാർ സത്യവിശ്വാസിയാണ്, ശക്തിശാലി അവർ ശക്തിയുള്ളവരും ആണ്. ജിസ് ദിൻ വഹ് അപ്പനി താക്കത്ത് പഹ്ചാൻ ഹോങ്ക ഉൻ ലോകോം കി അഹങ്കാർ ഔർ ബഡേപ്പൻ കാ സാമ്രാജ്യ ഗിർ ജായേങ്ക. ജിസ് ദിൻ ഏതു ദിവസമാണ് വഹ് അപ്പനി താക്കത്ത് പഹ്ചാൻ ലേങ്ക, അവർ തന്റെ ശക്തി തിരിച്ചറിയുന്നത്, ഉൻ ലോകോം കി അഹങ്കാർ ആ ആളുകളുടെ അഹങ്കാരം, ഔർ ബഡേപ്പൻ എന്ന് വെച്ചാല് അവരുടെ പൊങ്ങച്ചവും സാമ്രാജ്യ ഗിർജാങ്ക, പൊങ്ങച്ചമുള്ള സാമ്രാജ്യവും ഗിർജായേങ്ക വീട് പോകും, തകർന്നു പോകും. ഏത് ദിവസമാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ അവരുടെ ശക്തി തിരിച്ചറിയുന്നത്, ആ ദിവസം ഈ പണക്കാരായ ആളുകളുടെ അഹങ്കാരവും പൊങ്ങച്ചവും നിറഞ്ഞ ഈ സാമ്രാജ്യം ഗിർജായേങ്ക നശിച്ചു പോകും, വീണ് പോകും എന്നാണ് ഈ കവിതയുടെ ആശയമായിട്ട് ഈ സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. തേർഡ് പാരഗ്രാഫിൽ ഒരു കൺക്ലൂഷൻ ആണ്, നോക്കാം.
यह कविता हमें सिखाती है कि किसी को भी छोटा या കംസോർ समझना गलत है. ഈ കവിത ഹമേം സിക്കാത്തി ഹെ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ കിസി കോ ബി ആരെയും ചോട്ടായ കംസോർ സമझना गलत है. ചെറിയവരാണ് എന്നും അവർ വീക്കാണ് ദുർബലരാണ് എന്നും കരുതുന്നത് തെറ്റാണ്. ഹർ വ്യക്തി കെ പാസ് അപ്പനി ഏക് ഖാസ് ശക്തി ഹോത്തി ഹെ. ഹർ വ്യക്തി കെ പാസ് ഓരോ വ്യക്തിയുടെ അടുത്തും അപ്പനി ഏക് ഖാസ് ശക്തി ഹോത്തി ഹെ തന്റേതായ ഒരു പ്രത്യേക കഴിവുകൾ അവർക്കുണ്ട്. ഔർ ദുനിയ ഉസി കെ മെഹനത്ത് സെ ആകെ ബഡ്തി ഹെ. ദുനിയ ലോകം ദുനിയ ഉസി കി മെഹനത്ത് സെ ലോകം അവരുടെ അധ്വാനത്താലാണ് അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ആകെ ബഡ്തി ഹെ മുന്നോട്ട് പോകുന്നത്. ഇത്രയാണ് ഈ കവിതയുടെ ആശയം. വളരെ സിമ്പിൾ ആക്കി കൊടുത്തിരിക്കുകയാണ്. മക്കളെ കൂട്ടത്തിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ചോദിക്കുന്നത് എങ്ങനെ എന്നൊരു മോഡൽ ചെറിയൊരു മോഡൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. പൈതൽ ചലനെ വാല ആദ്മി കവിതാംശ് പഠേ ഔർ ഉത്തർ ലിഖെ. പൈതൽ ചലനെ വാല ചൽത്താ ഹുവ ആദ്മി എന്ന കവിത വായിക്കുക എന്നിട്ട് അതിൽ നിന്ന് ആൻസർ എഴുതുക. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് कार में बैठे हुए बड़े लोग उसे हिकारत से देखते हैं जैसे वह किसी दुनिया से आया हुआ आदमी हो. वे नहीं जानते हैं कि उस दम पर ഉസ്കെ ദം പർ ഉൻകെ ചെഹ്റെ പർ രൗനക് ഹെ. കവിതയുടെ ആദ്യ ഭാഗ്യമാണ് കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിശേഷൻ ശബ്ദ ചുൻകറിലേക്ക്. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ വിശേഷൻ ശബ്ദി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദുനിയ, ചെഹ്ര, ആദ്മി, ബഡ. നമുക്കറിയാം ദുനിയ എന്ന് വെച്ചാൽ ഒരു ലോകം വേൾഡ്, ചെഹ്ര മുഖം, ആദ്മി മനുഷ്യൻ, ബഡ വലുത്. അപ്പൊ വിശേഷൻ ശബ്ദം ഇവിടെ ബഡ എന്നാണെന്ന് അറിയാം. ഇത് 3 നൗൺസ് ആണ്. നൗൺസിനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ് വിശേഷൻ ശബ്ദ്. നെക്സ്റ്റ് പഹ്ചാൻ കർ ലിഖെ. കോൺസ ക്രം സഹി ഹെ. ഏത് ഓർഡർ ആണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഇവിടെ മാച്ച് ദ ഫോളോവിംഗ് ആണ്, മാച്ച് ചെയ്യാനാണ്. അപ്പൊ ചമക്ദാർ സടക്ക് പർ ചലേ രഹേ കാർ. തിളങ്ങുന്ന റോഡിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന കാർ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാർ. കാർ മേം ബൈഠേ ഹുയെ. കാറിലിരിക്കുന്നത് ആരാണ്? ബഡേ ലോഗ് വലിയ ആളുകൾ. പൈതൽ ചൽത്ത കാൽനട യാത്രക്കാരായ. ഗരീബ് ആദ്മി പാവപ്പെട്ട ആളുകൾ. അപ്പൊ ഇതിവിടെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ആ കാച്ച ഏതിനോടാണ് മാച്ച് ആയിട്ടുള്ളത് എന്ന് എടുത്തെഴുതാൻ. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പൈതൽ ചലത്തെ ഹുവ ആദ്മി കവിത പർ ടിപ്പണി ലിഖെ. കവിതയുടെ ടിപ്പണി ഷോർട്ട് നോട്ട് എഴുതാനാണ് വന്നിട്ടുള്ളത്. ഇവിടെ കവിതയുടെ ആശയം തന്നെയാണ് എഴുതേണ്ടത്. കവിതയുടെ ആശയത്തിൽ നിന്ന് എടുത്തെഴുതിയാൽ മതി. ഇങ്ങനെയൊക്കെയാണ് ഈ കവിതയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കവിത കൂടിയാണിത്. മക്കൾ നന്നായിട്ട് പഠിക്കുക. കൂട്ടത്തിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്